Hello children, how are you? Are you willing to study? Today we are going to learn an English lesson. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോകുന്നത്. Do you like English? Let's study. എല്ലാവർക്കും ഇംഗ്ലീഷ് ഇഷ്ടമാണോ? നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. Let's start of the new chapter. ആ പുതിയ പാഠത്തിന്റെ പേരാണ് The School for Sympathy. So, I behave. Everyone know the proper meaning of school. Yes, it is a center of learning where we acquire knowledge from teacher and share our experience with friends and teachers. നമ്മള് എന്തിനു വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്? പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയാണ്, അല്ലേ? പുസ്തകം മാത്രമല്ല, നമ്മൾ സ്കൂളിൽ നിന്നും പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കാറുണ്ട് ടീച്ചേഴ്സ്, അല്ലേ? ഇപ്പൊ കുറച്ചു നാളായിട്ട് നമ്മള് സ്കൂളിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുവാണ്, അല്ലേ? നമ്മള് സ്കൂളില് ഫ്രണ്ട്സുമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്, അവരോടൊത്ത് കളിക്കും, പിന്നെ നല്ല നല്ല ശീലങ്ങള്, നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങള്, ഇതെല്ലാം നമ്മുടെ സ്കൂളിൽ നിന്നാണ് നമ്മള് പഠിക്കുന്നത്. എല്ലാവർക്കും സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? കൂട്ടുകാരുമൊത്ത് കളിക്കാനും ടീച്ചേഴ്സിനെ കാണാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ടീച്ചറിനറിയാം. The schools influence students a lot. Now can you say the meaning of the word sympathy? ആ പേരിൽ തന്നെയുണ്ട് സിമ്പതി. The School for Sympathy എന്നല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ പാഠത്തിന്റെ പേര്? സിമ്പതി. എന്താണ് സിമ്പതി എന്ന വാക്കിന്റെ അർത്ഥം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ വാക്ക്? അനുകമ്പ അല്ലെങ്കിൽ ദയ. സിമ്പതി മീൻസ് അനുകമ്പ അല്ലെങ്കിൽ ദയ. Sympathy literally means concern. So now let's see how school any sympathy are correlated here. Let's visit a school and find out how students learn and share that experience. നമുക്ക് ഒരു പുതിയ സ്കൂളിലോട്ട് പോകാം. എല്ലാവരും റെഡിയല്ലേ? ആ സ്കൂളില് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുതിയൊരു സ്കൂളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു പ്രത്യേക തരം അനുഭവങ്ങളാണ് ടീച്ചർ നിങ്ങളോടൊത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് സ്കൂളിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ദ സ്കൂൾ ഫോർ സിമ്പതി. അത് എഴുതിയ ഓതറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. E.V. Lucas was a famous English humorist, essayist, playwright, biographer, publisher, poet, novelist, short story writer, and editor. E.V. Lucas was born in London. Lucas began to work as an apprentice to a bookseller at the age of 16. He was a prolific writer, more celebrated for his short essays, but he also produced verses, novels, and plays. അപ്പോൾ ടീച്ചർ ആ പാഠം ഒന്ന് വായിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ടീച്ചർ ആ പാഠത്തിലെ ഫസ്റ്റ്
പാരഗ്രാഫാണ് വായിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. I had heard a lot about Miss Beam's school, but I did not get the chance to visit it till last week. When I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage being led carefully between the flower buds by a little boy of 8. She stopped and asked who it was that had come in, and he seemed to be describing me to her. Then they passed on. Miss Beam was all that I had expected. Middle-aged, authoritative, kind and understanding. Her hair was beginning to turn grey and her round figure was likely to be comforting to a homesick child. എല്ലാവരും പാരഗ്രാഫ് ശ്രദ്ധിച്ച് കേട്ടോ? എന്തെങ്കിലും മനസ്സിലായോ? സിമ്പിളായിട്ടുള്ളൊരു പാരഗ്രാഫ് ആയിരുന്നല്ലേ? കുറച്ചൊക്കെ മനസ്സിലായി കാണും. എന്നാലും ടീച്ചർ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്? ഹിയർ ദ ഓതർ ഓഫ് റൈറ്റർ റൈറ്റ് മിസ് ബീം സ്കൂൾ. ആരുടെ സ്കൂളിനെ പറ്റിയാണ് നമ്മുടെ ഈ കഥാകാരൻ പറയുന്നത്? മിസ് ബീം സ്കൂൾ. മിസ് ബീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്കൂളിനെ പറ്റിയാണ് പറയുന്നത്. മിസ് ബീം സ്കൂൾ ഫോർ സിമ്പതി. As he had heard good comments about the school from others' mouth. അദ്ദേഹം നമ്മുടെ ഈ കഥാകാരൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ മിസ് ബീമിന്റെ സ്കൂളിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടിരിക്കുന്നു. പക്ഷെ ആ സ്കൂളൊന്ന് വിസിറ്റ് ചെയ്യാന് ഇതുവരെയും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി. ആ സ്കൂള് വിസിറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്നൊരു അവസരം ലഭിച്ചു. In the story, the another tries to explain about Miss Beam's too. According to their, Miss Beam was a middle-aged woman, authoritative, kind and full of understanding. Her hair was beginning to turn grey. അപ്പം ആദ്യമേ തന്നെ നമ്മുടെ മിസ് ബീമിനെ പറ്റി ഒന്ന് പറയാം. മിസ് ബീം എന്ന വ്യക്തി എന്തായിരുന്നു? അവര് ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു. അവര് കുട്ടികളെയൊക്കെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ആയിരുന്നു നോക്കിയിരുന്നത്. പ്രത്യേകം അവരുടെ സ്കൂൾ എന്ന് പറയുന്ന ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു. അതിനാല് കുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് അവിടെ താമസിച്ചുള്ള പഠനമായിരുന്നു ആ സ്കൂളിൽ. അപ്പം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ആ ഒരു വിഷമം ഈ മിസ് ബീം ഉള്ളത് കൊണ്ട് അവർക്ക് തോന്നിയിട്ടേയില്ല. ഒരു അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്നേഹം ഈ മിസ് ബീമിൽ നിന്നും അവർക്ക് കിട്ടിയിരുന്നു. അതുപോലെ നല്ലൊരു വ്യക്തിയായിരുന്നു ഈ മിസ് ബീം. അവരുടെ അപ്പിയറൻസ് എന്തായിരുന്നു പറഞ്ഞത്? ഹെർ ഹെയർ was beginning to turn grey. ഒരു നരയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ തലമുടി ഏകദേശം നരയ്ക്കാൻ തുടങ്ങിയിരുന്നു. Now, what is the meaning of the word authoritative? അതിനിടയ്ക്കൊരു വാക്ക്, ഒരു പ്രയാസമുള്ളൊരു വാക്ക് ടീച്ചർ പറഞ്ഞു അല്ലേ? എന്തായിരുന്നത്? authoritative എന്ന് പറഞ്ഞാല് ആധികാരികമായ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു വീട്ടിൽ നിന്ന് ബോർഡിംഗ് സ്കൂളായതിനാൽ കുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് താമസിച്ചല്ലേ അവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ആ ഒരു വിഷമം കുട്ടികളിൽ ഉണ്ട്. പക്ഷെ എന്നാല് മിസ് ബീമിന്റെ ആ ഒരു സ്വഭാവം കാരണം അവർക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിരുന്നില്ല. അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ സ്നേഹം കൊടുത്തു തന്നെയാണ് മിസ് ബീം ഓരോ കുട്ടിയെയും നോക്കിയിരുന്നത്. ഇന്ന കുട്ടിയെന്നോ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെയായിരുന്നു അവര് കണ്ടിരുന്നത്. The writer has heard a lot about Miss Beam's school, but he had never visited it. Now that he had got the opportunity to visit it. അങ്ങനെ നമ്മുടെ ഈ ഓതറിന് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആ സ്കൂള് വിസിറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ സ്കൂളിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ആ സ്കൂളിലേക്ക് ചെല്ലുകയാണ്.
അങ്ങനെ അദ്ദേഹം ആ ക്യാമ്പസിൽ കടന്നപ്പോൾ തന്നെ on entering the campus of the school he saw one else a girl of 12. ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. Her eyes were covered with bandage. ആ പെൺകുട്ടിയുടെ കണ്ണ് ഒരു ബാൻഡേജ് കൊണ്ട് മൂടപ്പെട്ടിരുന്നു. A little boy of about 8 years was guiding her between flower beds in the garden. ഒരു ആൺകുട്ടി ആ പെൺകുട്ടിയെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടത്തിയിട്ട് ആ അവരൊരു ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ ഓതർ ആ സ്കൂളിലേക്ക് ഗേറ്റ് കടന്നു ചെന്നപ്പോൾ തന്നെ കാണാനായിട്ട് സാധിച്ചത്. ആ കുട്ടിയുടെ കണ്ണ് എന്തായിരുന്നു പറഞ്ഞത്? കണ്ണ് എന്തുകൊണ്ട് മൂടിയിരുന്നെന്നാ പറഞ്ഞത്? ഒരു ബാൻഡേജ് കൊണ്ട് ഇങ്ങനെ മൂടിയിരുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കാം അത്? അത് ടീച്ചർ വഴിയേ പറഞ്ഞു തരാം. ആ കുട്ടിയെ ഒരു ആൺകുട്ടി, ഏകദേശം 8 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ് ആ കുട്ടിയെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ആ പൂന്തോട്ടത്തിനരികിലൂടെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പൂന്തോട്ടങ്ങളിലെ പൂക്കളെ പറ്റിയും അവിടെ ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നതിനെ പറ്റിയൊക്കെ ആയിരിക്കാം ആ ആൺകുട്ടി ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ആ പെൺകുട്ടിക്ക് എന്തായിരിക്കും? ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ ബാൻഡേജ് കൊണ്ട് കണ്ണ് മൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ പറ്റിയിരുന്നില്ല. അതിനാൽ ഈ ആൺകുട്ടി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് ആ പെൺകുട്ടി ഒന്ന് നിന്നു. എന്തായിരിക്കാം? അപ്പം എന്നിട്ട് ഈ ആൺകുട്ടി ഇദ്ദേഹത്തിനെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രൂപവും ഒക്കെ ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കാം. അടുത്ത പാരഗ്രാഫ് വായിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. We chatted for a while, and when I asked her some questions about her teaching methods, which I had heard were simple, she said, "We teach only those things that are simple and useful to pupils. Spelling, adding, subtracting, multiplying, writing, etc. The rest is done by reading to them and giving them interesting tasks. There are practically no other lessons. I have heard so much," I said, "about the originality of your system." Miss Beam smiled. "Yes," she said, "I am coming to that." എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ? ഈ ടീച്ചർ അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരാം. He met the lady Miss Beam, a middle-aged and fine and understanding woman. അങ്ങനെ അദ്ദേഹം അകത്തേക്ക് കടന്നു ചെന്നു. നമ്മുടെ മിസ് ബീമിനെ പരിചയപ്പെട്ടു. അങ്ങനെ അവരോട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അവരൊരു നല്ല സ്ത്രീയാണ്. എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിവുള്ളൊരു സ്വഭാവക്കാരിയാണെന്ന് അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അവിടുത്തെ പഠന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം ചോദിച്ചറിയാനായിട്ട് തുടങ്ങി. അവര് എന്താണ് മറുപടി പറഞ്ഞത്? അവര് പറഞ്ഞു, ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എപ്പോഴും പുസ്തകം മാത്രമല്ല പഠിപ്പിക്കുന്നത്. സാധാരണയായിട്ടുള്ള സബ്സ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള, പിന്നെ റീഡിങ്, റൈറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്കിൽസ് ആണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പിന്നെ കൂടുതൽ ടൈമും കുട്ടികളെ മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ കളിക്കാന്, മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെയാണ് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത അപ്പം അദ്ദേഹത്തിന് വളരെയധികം അത്ഭുതമായി. ഒരു സ്കൂളിലും ഇങ്ങനെയൊക്കെയുള്ള രീതികളൊന്നും അദ്ദേഹം മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പുസ്തകം തന്നെ, അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ പുറത്തോട്ട് കളിക്കാനോ അങ്ങനെയൊന്നും വിടത്തില്ല. അതുപോലെയുള്ള സ്കൂളുകളാണ് അദ്ദേഹം കേട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ലഭിച്ചത്. അതുപോലെ തന്നെ മിസ് ബീമിന്റെ ആ ഒരു സ്വഭാവ രീതി അദ്ദേഹത്തിനെ ഏറെ അതിശയിപ്പിച്ചു. അങ്ങനെ ഏറെ നേരം അവര് സംസാരിച്ചു. എന്നിട്ട് വീണ്ടും അവര് പറഞ്ഞു,
എന്താണ് പറഞ്ഞതെന്ന് നമ്മൾക്ക് അറിയണ്ടേ? അടുത്ത പാരഗ്രാഫ് ടീച്ചർ വായിക്കട്ടെ. അടുത്ത പാരഗ്രാഫ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. The real aim of the school is not to teach thought, but thoughtfulness, humanity, kindness, and citizenship. That is the ideal I have always had, and happily there are parents good enough to trust me to try and put it into practice. Look out of the window a minute, will you? എല്ലാവരും ശ്രദ്ധിച്ചോ? ടീച്ചർ അതിന്റെ അർത്ഥം എന്താണെന്ന് പറയട്ടെ. He made the lady Miss Beam a middle-aged, fine and understanding woman. അങ്ങനെ നമ്മുടെ ഈ ഓതറ നടന്ന മിസ് ബീമിന്റെ അടുത്തെത്തി. അവരോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അവർ വളരെയധികം കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വുമൺ, നല്ല ദയയും ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിവുമുള്ള ഒരു സ്ത്രീയാണ് മിസ് ബീം എന്ന്. അങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ പഠന രീതികളെ പറ്റിയൊക്കെ അദ്ദേഹം കുറെ കേട്ടിട്ടുണ്ട്. എന്നാലും ഇവരിൽ നിന്നും അറിയണമല്ലോ എന്നൊക്കെ കരുതി ഇവിടുത്തെ പഠന രീതികളൊക്കെ എങ്ങനെയാണെന്ന് അദ്ദേഹം ചോദിച്ചു. അവരെന്താണ് മറുപടി പറഞ്ഞത്? The purpose of the school is not to teach taught, but to teach the human qualities such as thoughtfulness, humanity, kindness, citizenship. എന്തിലൊക്കെയാണ് പ്രാധാന്യം? പഠനത്തിൽ മാത്രമല്ല ഇവിടെ പ്രാധാന്യം. എന്തൊക്കെയാണ് പ്രാധാന്യം ഇവിടെ? ഹ്യൂമൻ ക്വാളിറ്റീസ്, കുട്ടികളിലെ സ്വഭാവ സവിശേഷതകൾ എല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ പരസ്പര വിശ്വാസം, കുട്ടികളുമായിട്ടുള്ള ആ ഒരു മിംഗ്ലിംഗ് എല്ലാമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ പുസ്തകം മാത്രമല്ല, എന്നാൽ മറ്റു കാര്യങ്ങളും പഠിപ്പിക്കാറുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ റൈറ്റിംഗ്, റീഡിങ്, അതുപോലെ തന്നെ അരിത്തമാറ്റിക്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിലുപരി കുട്ടികളിലെ ഹ്യൂമൻ ക്വാളിറ്റീസിനാണ് ഇവിടെ പ്രാധാന്യം. കുട്ടികൾക്ക് ഒരു മറ്റുള്ളവരോടുള്ള ദയ, അനുകമ്പ ഒക്കെ വളർത്തിയെടുക്കുക, സഹജീവികളെ കൂടെ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ സഹായിക്കുക, മറ്റുള്ളവരെ ആപത്തിൽ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുകയല്ല, പല കാര്യങ്ങളിലൂടെ അവർക്കത് മനസ്സിലാക്കിയെടുക്കുന്നു. ഇങ്ങനെയുള്ള സ്കൂളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെയൊക്കെ സ്കൂളിൽ എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള സ്കൂളുകളിലൊന്നും ഇങ്ങനെ ഇതുപോലെയൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയൊന്നും പ്രാധാന്യം, അവിടെ കൂടുതൽ പ്രാധാന്യം പഠനത്തിനായിരിക്കും അല്ലേ? ഇദ്ദേഹത്തിനും അതൊരു അത്ഭുതമായി. ഇങ്ങനെയുള്ള ഒരു സ്കൂളിനെ പറ്റി അദ്ദേഹം മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയൊന്നും കേട്ടിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ്, ഇവിടുത്തെ ആ ഒരു ചുറ്റുപാട്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുപോലെ തന്നെ മിസ് ബീം അവിടുത്തെ ഹെഡാണ്. ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഈ മിസ് ബീം എന്ന സ്ത്രീയാണ്. അവരാണ് ആ സ്കൂളിന്റെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിന് അവരാണ് എല്ലാം മുൻകൈ എടുക്കുന്നത്. പേരൻസ് ഒക്കെ ഇവരെ ഇതില് സപ്പോർട്ടാണ്. പേരൻസിനോട് എല്ലാം ഈ ഒരു പഠന രീതിയോട് ഭയങ്കര താല്പര്യമാണെന്നാണ് ഇവര് പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോട് പുറത്തേക്കൊന്ന് കൂടുതൽ അദ്ദേഹത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പുറത്തേക്കൊന്ന് നോക്കാനായിട്ട് അവര് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടീച്ചർ ഇത് ഒന്നുകൂടി ആദ്യം മുതൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരട്ടെ ഈ കഥ. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിന്റെ പേര്? ദ സ്കൂൾ ഫോർ സിമ്പതി. സിമ്പതി മീൻസ് സഹതാപം അല്ലെങ്കിൽ അനുകമ്പ. എന്താണ് നമ്മൾ ആരെ പറ്റിയാണ് പഠിച്ചത്? നമ്മളൊരു സ്കൂള്, ഒരു പ്രത്യേക തരം സ്കൂളിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? നമ്മുടെ ഈ ഓതറ ആ സ്കൂളിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്കൂള് വിസിറ്റ് ചെയ്യാന് അദ്ദേഹത്തിന് ഇതുവരെയും സാധിച്ചിരുന്നില്ല. അങ്ങനെ
അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ആ സ്കൂള് വിസിറ്റ് ചെയ്യുകയാണ്. വിസിറ്റ് ചെയ്തപ്പോൾ എന്താണ് അദ്ദേഹം ആദ്യം കണ്ടത്? ഗേറ്റ് കടന്ന് ചെന്നപ്പോൾ ആദ്യം കണ്ടത് ഒരു പെൺകുട്ടി, ഒരു 12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. കണ്ണിന് ചുറ്റും ഒരു ബാൻഡേജ് വെച്ച് കെട്ടിയിട്ടുണ്ട്. കൂടെ കയ്യിൽ ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടും ഉണ്ട്. എന്നിട്ട് ആ കുട്ടിയെ ഇങ്ങനെ ആ ഗാർഡനിലൂടെ, ആ പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ നടത്തുകയാണ്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ ആൺകുട്ടി ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബാൻഡേജ് കെട്ടിയ കാരണം കുട്ടിക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. ബാൻഡേജ് കെട്ടിയത് എന്തിനായിരിക്കാം? അത് നമുക്ക് പിന്നീട് ടീച്ചർ പറയാം അല്ലേ? സസ്പെൻസ് ആയിട്ട് അതവിടെ നിൽക്കട്ടെ. പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം. അങ്ങനെ കുട്ടി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് കുട്ടിക്ക് ആ പൂന്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ ഈ ആൺകുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ഈ കാഴ്ച കണ്ട് നേരെ നമ്മുടെ മിസ് ബീം, അതിലെ ആ സ്കൂളിന്റെ ഹെഡാണ് മിസ് ബീം എന്ന വ്യക്തി, അവരെ കാണാനായിട്ട് ചെല്ലുന്നു. അവരെ കണ്ടിട്ട് എന്തൊക്കെയാണ് ചോദിച്ചത് അദ്ദേഹം? ആ സ്കൂളിലെ പഠന രീതിയെ പറ്റി ചോദിച്ചു. എങ്ങനെയാണ് ഇവിടുത്തെ പഠന രീതി? അപ്പൊ അവരെന്താണ് പറഞ്ഞത്? വളരെയധികം സിമ്പിൾ ആണ് ഇവിടുത്തെ പഠന രീതി. പഠനത്തിലല്ല ഇവിടെ പ്രാധാന്യം, മറ്റ് കുട്ടികളിലെ സ്വഭാവ സവിശേഷതകളൊക്കെ വളർത്തിയെടുക്കുക, കുട്ടികളില് ദയ, കാരുണ്യം അങ്ങനെയൊക്കെയുള്ള പല പല സ്വഭാവങ്ങള് രൂപീകരിക്കുക എന്നൊക്കെയാണ് ഈ സ്കൂളിലെ പ്രധാന പഠനത്തോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യം. പഠനം ഇല്ലെന്നല്ല പറയുന്നത്, സിമ്പിൾ ആയിട്ടുള്ള റൈറ്റിംഗ്, റീഡിങ്, അതുപോലെ തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഹ്യൂമൻ ക്വാളിറ്റീസിനാണ് അവര് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഇതൊക്കെ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? അത്ഭുതമാണ് തോന്നിയത്. കൂടുതൽ ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനോട് ആ ജനലിലൂടെ വെളിയിലേക്ക് നോക്കാൻ ഈ മിസ് ഭീമ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. Activity number 1. What was the view the narrator saw when he went to the school? Option A. A girl sitting on a wheelchair. Option B. A girl is seen covered her eyes with a bandage. Option C. Some children playing in the ground. Activity number 2. What are the characteristic features of Miss Beam? Activity number 3. What were the peculiar characteristics of Miss Beam's school? Fill up the pyramid. പ്രിയമുള്ള രക്ഷിതാക്കളെ, കുട്ടികൾക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ചെയ്യാൻ അവരെ സഹായിക്കുമല്ലോ.